ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പനിപ്പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചെമ്പനിപ്പോൾ വരാനിരിക്കുന്ന ഭാഗത്തിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ആന്റണിയുമായി കൂട്ടുകൂടിക്കൊണ്ട് തന്നെ ശ്രുതി വലിയൊരു ചതിയാണല്ലോ സച്ചിയോട് ദേവതയായിട്ടിട്ട് ചെയ്യാനൊരുക്കുന്നത്. അതായത് ചന്ദ്രയുടെ കയ്യിൽ നിന്ന് ശരത്ത് പണം മോഷ്ടിക്കുന്ന ആ ഒരു വീഡിയോ സച്ചിയുടെ പക്കലുണ്ടെന്നും അത് തനിക്ക് തന്നു കഴിഞ്ഞാൽ മാത്രമാണ് താൻ നവീനെ എന്തെങ്കിലും ചെയ്യുകയുള്ളൂ എന്ന് ആന്റണി പറയുന്ന സമയത്ത് ഈ നെയ്യപ്പം നിന്ന് രണ്ടുണ്ട് ഗുണം എന്ന് പറയുന്ന രീതിക്ക് ഈ ഒരു വീഡിയോ കിട്ടിക്കഴിഞ്ഞാൽ സച്ചിക്കും ദേവതയ്ക്കും നല്ല തിരിച്ചടിയാവും. മാത്രമല്ല തൻ്റെ ലക്ഷ്യം നവീനെ തുരുത്തുക എന്നാണ്. ആ ഒരു ലക്ഷ്യവും ആന്റണി മുഖേന നിറവേറ്റിയെടുക്കാം. അതുകൊണ്ട് തന്നെ ഒരു നല്ല പ്ലാനിങ് ആയി തോന്നിക്കൊണ്ട് തന്നെ സച്ചിയുടെ ഫോണിൽ നിന്ന് ആ ഒരു വീഡിയോ എടുക്കാനുള്ള ശ്രമത്തിലാണ് കേട്ടോ ശ്രുതി. എന്നാൽ ഇത് അത്ര നിസ്സാരമായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുകയില്ല എന്ന് ശ്രുതിക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ സച്ചിയുടെ ഫോൺ എടുത്ത് മാറ്റാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ അവസാനം നമ്മുടെ സച്ചിയുടെ ഫോൺ ശ്രുതിയുടെ കയ്യിലേക്ക് കിട്ടുന്നുണ്ടെങ്കിൽ കഷ്ടകാലം എന്ന് പറയട്ടെ, ശ്രുതി വീഡിയോ സെൻഡ് ചെയ്യാൻ ഒരുങ്ങുന്ന സമയത്ത് സച്ചിയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയി പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പല രീതിക്കും നമ്മുടെ ശ്രുതി സച്ചിയുടെ കയ്യിൽ നിന്ന് ഫോൺ തട്ടിയെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അതിനിടയിലാണ് നമ്മുടെ ശ്രുതിയുടെ ഓഫീസിലേക്കായിട്ടിരുന്ന വഴിയും അദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങൾക്ക് ലെറ്റർ തരുന്ന ആളെ ഞാൻ കണ്ടു, അയാൾ നാളെ നിങ്ങളുടെ അമ്പലത്തിൽ വരാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും ശ്രുതി ആകെ ഞെട്ടുണ്ട്. കാരണം നമ്മുടെ ശ്രുതിക്ക് ലെറ്റർ കൊടുക്കുന്ന ആളെന്ന് പറഞ്ഞാൽ നവീനാണല്ലോ. അപ്പം നവീൻ ശ്രുതിയും തമ്മിൽ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും തനിക്കത് ആപത്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ശ്രുതി തടഞ്ഞു നിർത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും തനിക്ക് ഇങ്ങനൊരു പണി തന്നവനെ തീർച്ചയായിട്ടും കാണും, അവൻ നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തേ മതിയാവും. ശ്രുതി നീയും എൻ്റെ കൂടെ വരണമെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിനെയും തൻ്റെ ബോഡി ഗാർഡിനെയും കൂട്ടിക്കൊണ്ടാണ് ശ്രുതി അമ്പലത്തിലേക്കായിട്ട് ചെല്ലുന്നത്. ആ അമ്പലത്തിലേക്ക് ചെല്ലുന്ന നിമിഷം നവീൻ വേഷം മാറിയാണ് വരുന്നത്. അതെല്ലാം നമ്മൾ ഇന്നത്തെ പ്രൊമോയിൽ കണ്ടതാണ്. നവീൻ ഒരു സന്യാസിയുടെ രൂപത്തിലാണ് വരുന്നതെങ്കിലും ശ്രുതിക്ക് നവീനെ കാണുമ്പോൾ തന്നെ വ്യക്തമാവുന്നുണ്ട്. എന്നാൽ നമ്മുടെ ശ്രുതിയുടെ സ്വഭാവം അറിയാമല്ലോ, ഏതോ ഒരു സന്യാസി പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് അതിനനുസരിച്ച് ഡ്രസ്സ് മാറ്റി നടന്നതാണല്ലേ ശ്രുതി. അപ്പോൾ ഒരു ദിവ്യജ്ഞാനിയായ സന്യാസിയെ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അനുഗ്രഹം മേടിക്കാനായിട്ട് ശ്രുതി ചെല്ലുക തന്നെ ചെയ്യും. അതേ രീതിയിൽ തന്നെ കള്ളവേഷം കെട്ടി വന്നിരിക്കുന്ന നവീൻ്റെ അടുത്തും അനുഗ്രഹം മേടിക്കാനായിട്ട് ശ്രുതി ചെല്ലുകയാണ് കേട്ടോ. ഈ ഒരു സമയത്ത് നവീൻ കല്യാണി എന്ന രീതിക്ക് നമ്മുടെ ശ്രുതിനെ വിളിക്കുകയൊക്കെ ചെയ്യുന്നത് മാത്രമല്ല ശ്രുതിയുടെ ലൈഫിലുണ്ടാകുന്ന കാര്യങ്ങളെല്ലാം തന്നെ വിശദമായി തന്നെ പറയുന്നത്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതിക്ക് സന്യാസിയോടുള്ള വിശ്വാസം കൂടി വരികയാണ്. കൂടുതൽ തന്നെ നവീൻ പറയുന്നുണ്ട്, നിനക്ക് ഒരാൾ ലെറ്റർ തരുന്നുണ്ടല്ലേ, ആ ലെറ്റർ തരുന്നതിന് ഇന്ന് ഈ അമ്പലത്തിൽ വരുമെന്നല്ലേ പറഞ്ഞത്, അവനെ കാണാനല്ലേ നീ വന്നത് എന്ന് പറയുമ്പോഴത്തേക്ക് ശ്രുതിക്ക് ആകാംക്ഷ കൂടുകയാണ്. ശ്രുതി വേഗം പറയുക, അതേ ഗുരു, അവനെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ 4 കഷ്ണമാക്കിയെടുക്കും, ഇതേ കടലിൽ എൻ്റെ ബോഡി ഗാർഡുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി വലിയ വീമ്പളക്കി വർത്തനം പറയണം. പെട്ടെന്ന് തന്നെ നവീൻ പറയുന്നുണ്ട്, അവനെ ഞാൻ കണ്ടു, അവൻ ആരാണെന്ന് എനിക്കറിയാം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ശ്രുതിയുടെ മനസ്സിൽ തോന്നുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ശത്രുവായി കാണുന്നവരുടെ ലിസ്റ്റ്, ആ ഒരു ലിസ്റ്റ് നമ്മുടെ ശ്രുതി ഇങ്ങനെ മനസ്സിൽ കാണാം കേട്ടോ. അതിനുശേഷം ആദ്യമേ തന്നെ ലിസ്റ്റിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന നമ്മുടെ സച്ചിയുടെ പേരാണ്. എന്നിട്ട് സച്ചിയുടെ ഈ ഒരു ഫോട്ടോ നവീനെ കാണിക്കുന്ന നിമിഷം നവീൻ ആകെ ഞെട്ടിപ്പോട്ടെ. കാരണം പല സ്ഥലത്ത് വെച്ച് നവീനെ നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തിരിക്കുന്ന വ്യക്തിയാണ് നമ്മുടെ സച്ചി. അതുകൊണ്ട് തന്നെ സച്ചിക്ക് നല്ലൊരു പണി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നവീൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതാരാണെന്ന് ശ്രുതിയോടായിട്ട് ചോദിക്കുന്ന നേരത്ത് ഇതാണ് എൻ്റെ അനിയൻ എന്ന് ശ്രുതി മറുപടി പറയുന്നുണ്ട്. ഇവൻ തന്നെയാണ് നിങ്ങളെ ഭീഷണിപ്പെടുത്തി കത്തയക്കുന്നതെന്നൊരു കള്ളക്കഥ നമ്മുടെ നവീൻ ശ്രുതിയോടായിട്ട് പറയാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വീട്ടിൽ ചെന്നതിന് ശേഷം ശ്രുതിയും സച്ചിയും രേവതിയൊക്കെ തമ്മിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ നവീൻ മുഖേന സച്ചിക്ക് വലിയൊരു പണി കിട്ടാൻ പോകുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.